അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. സുഭാഷിതം. ഇക്കാലങ്ങളിൽ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെയുള്ള പ്രധാന വാർത്തകൾ എന്താണ്? യുദ്ധങ്ങളും കലാപങ്ങളും, ഭീകരമായ കൂട്ടക്കൊലകളും, ബോംബ് സ്ഫോടനങ്ങളും, ബലാത്സംഗങ്ങൾ, കുലപാതകങ്ങൾ, പല പല ക്രൂരകൃത്യങ്ങൾ, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ കാണാം. ലോകത്തിന്റെ ഒരു ഭാഗത്ത് മനുഷ്യർ ധനം കൂട്ടിവെക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പട്ടിണി പാവങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിൽ ദയനീയമായി നിലവിളിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകം അരാജകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയാണ് യിരെമ്യാ പ്രവചനം 46 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. 1 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിൽ പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ച യഹൂദ ജനത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് യിരെമ്യാവ് പ്രവചിച്ചുകൊണ്ടിരുന്നത്. 46 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിൽ പല രാജ്യങ്ങളോടും ജാതികളോടുമുള്ള പ്രവചനം. 46 അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ജാതികളെ കുറിച്ച് യിരെമ്യാ പ്രവാചകനുണ്ടായ യഹോവയുടെ അരുളപ്പാട് എന്ന് കാണുന്നു. യഹോവയായ ദൈവം സകല ജഡത്തിന്റെയും ദൈവമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം അവരെ ന്യായത്തോടും നീതിയോടും കൂടെ വിധിക്കും എന്നുള്ളതിനുള്ള മുന്നറിയിപ്പ്. ഏതെല്ലാം പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയാലും ദൈവത്തെ അറിയുന്ന തന്റെ മക്കൾക്കുള്ള കരുതലും സംരക്ഷണവും രേഖപ്പെടുത്തിയിരിക്കുന്നു. 46-ന്റെ 27-ാം വാക്യം വായിക്കുന്നത്, എന്നാൽ എന്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രയേലേ, നീ ഭ്രമിക്കണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈരമായി ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. ഡു നോട്ട് ബി അഫ്രൈഡ്, ജേക്കബ് മൈ സെർവന്റ്. ഡു നോട്ട് ബി ഡിസ്മൈഡ്, ഇസ്രയേൽ. ഐ വിൽ ഷ്യൂർലി സേവ് യു ഔട്ട് ഓഫ് എ ഡിസ്റ്റന്റ് പ്ലേസ്, യുവർ ഡിസെൻഡൻസ് ഫ്രം ദ ലാൻഡ് ഓഫ് ദെയർ എക്സൈൽ. Jacob will again have peace and security, and no one will make him afraid. യഹൂദ നശിച്ചാലും, യെരുശലേം പിടിച്ചടക്കിയാലും, ആലയം ചുട്ടെരിച്ചാലും, ജനം അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നാലും ഈ ജനത്തിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ദൈവം പുനഃജീവിപ്പിക്കും എന്നുള്ള വാഗ്ദത്തമാണ്. ന്യായവിധിയുടെ നടുവിലും ദൈവം തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് പലവിധമായ പ്രതികൂലങ്ങൾ 4 വശത്തു നിന്നും വന്നെന്നിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെടുന്ന അവസ്ഥകൾ, ഭയപ്പാടോടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. യാക്കോബിന് ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയൊരു ബന്ധം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കുകയും വേണ്ട. ഈ അവസ്ഥകളൊക്കെ നിശ്ചയമായും മാറിപ്പോകും. രക്ഷകനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവ്. എന്താണ് നിങ്ങളുടെ ജീവിത പ്രശ്നം? രോഗമാണോ? മക്കളെക്കുറിച്ചുള്ള വേദനയാണോ? കടഭാരമാണോ? കുടുംബ പ്രശ്നങ്ങളാണോ? എന്ത് തന്നെയായാലും ഈ കർത്താവിനോട് നാം തുറന്നു പറയുന്നുവെങ്കിൽ നമുക്ക് ആശ്വാസം പകരുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് കൊണ്ടുവരുവാൻ, നിങ്ങൾക്ക് സ്വസ്ഥതയും സ്വൈരവും തന്ന് സന്തോഷവും സമാധാനവും നൽകി ധൈര്യം പകർന്ന് നിലനിൽക്കുവാൻ ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള